നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനകത്ത് പ്രിപ്പോസിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പോസിഷൻസ് ശരിക്കും ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് എടുത്തു മാറ്റിയാൽ അവയ്ക്ക് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ പ്രിപ്പോസിഷൻസിൻ്റെ ഒരെണ്ണം നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. അറ്റ് എന്നാണ്. അറ്റ് എന്നത് നമ്മളൊരു പ്രത്യേക ഒരു പർട്ടിക്കുലറായിട്ടുള്ള വില്ലേജിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിക്കുന്നത്. 4-5 സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊല്ലത്ത് ആശ്രാമത്താണ് ഞാൻ താമസിക്കുന്നത്. ഐ ലിവ്സ് അറ്റ് ആശ്രാമം ഇൻ കൊല്ലം. അതായത് കൊല്ലം എന്നുള്ളൊരു വലിയ സിറ്റിയാണ്, അതിലെ ഒരു ചെറിയ പ്രദേശമാണ് ആശ്രാമം. ഇങ്ങനെ പ്രത്യേകമായിട്ട് സ്പെസിഫിക്കായിട്ട് ഒരു പ്രത്യേക ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ വില്ലേജുകൾ, ഗ്രാമങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാണ്, ഐ ആം ഹിയർ അറ്റ് ആർ പി മാൾ. ഞാൻ ആർ പി മാളിൻ്റെ അടുത്ത് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഐ ആം സ്റ്റാൻഡിങ് നിയർ ദി ആർ പി മാൾ, ജസ്റ്റ് നിയർ ദി ആർ പി മാൾ, അറൗണ്ട് 2 to 3 meters ഫ്രം ദി ആർ പി മാൾ. അത് ആർ പി മാളിൻ്റെ ഏകദേശം അടുത്ത്, അറൗണ്ട് ദി ആർ പി മാൾ. ആർ പി മാളിൻ്റെ ചുറ്റും തന്നെ അവിടെ എവിടെയും അടുത്തുണ്ട്. ഇപ്പം ഇപ്പോൾ പെട്ടെന്ന് ഫോൺ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് ഐ ആം ഹിയർ അറ്റ് ദി ആർ പി മാൾ, ഞാൻ ആർ പി മാളിൻ്റെ അടുത്തുണ്ട്. എന്നാൽ ആർ പി മാളിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ പറയുന്നു ഐ ആം ഇൻ ദി ആർ പി മാൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ഡിഫറൻസ് ഇതാണ്. നമ്മൾ തൊട്ടടുത്താണെങ്കിൽ അറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിനടുത്താണെങ്കിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് ഈ ടൈം, എക്സാക്റ്റ് ടൈം പറയാറുണ്ട്. ഞാൻ ഇന്ന സമയത്ത് ഞാൻ അവിടെ എത്തി, ഐ റീച്ച്ഡ് അറ്റ് 6 o'clock, അല്ലെങ്കിൽ ഐ ഹാഡ് മൈ ലഞ്ച് അറ്റ് 1 o'clock. ഞാൻ എൻ്റെ ഭക്ഷണം 1 മണിക്ക് കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ അവിടെ കൃത്യമായിട്ട് 1 മണിക്ക് 5 മണിക്ക് എത്തി. ഇങ്ങനെയൊക്കെ ഒരു എക്സാക്റ്റ് ടൈം പറയുമ്പോൾ അവിടെ നമ്മൾ അറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പറയാവുന്ന മറ്റു കാര്യമാണ് ഏജ്. ഒരാളുടെ ഏജ് പറയുമ്പം ഇപ്പോൾ നമ്മൾ പറയുന്ന അവന് ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ജോലി കിട്ടി. ഹീ ഗോട്ട് ഹിസ് ജോബ് അറ്റ് ഏജ് ഓഫ് 21. 21-ാമത്തെ വയസ്സിൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ പറയുന്നു, സ്പെസിഫിക്കായിട്ട് ഏജ് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഹീ ഗോട്ട് ഹിസ് ജോബ് അറ്റ് ദ ഏജ് ഓഫ് 21 അത് പറയുന്നു. ഇങ്ങനെ ഏജ് പറയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്ക് പറയാവുന്നതാണ് ഈ പ്രിപ്പോസിഷൻ അറ്റ്. ഇത് കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിന് അവൻ പറയുമ്പോഴത്തേക്ക്, പിന്നെ അപ്പോൾ ഉദാഹരണത്തിന് റെജി ഈസ് ഗോയിങ് ടു ഹോം അറ്റ് ഓണം. ഓണത്തിന് വീട്ടിൽ പോകുന്നുണ്ട്. റെജി ഗോയിങ് ടു ഹോം അറ്റ് ഓണം. ഓണത്തിന് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ വരുന്നു. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ വേറെ ഉപയോഗിക്കുന്ന ചില സാഹചര്യം എന്ന് വെച്ചാൽ അറ്റ് മിഡ് നൈറ്റ്, അറ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മോർണിംഗ്, ഈവനിങ്, നൂൺ, ഇവിടെ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളൊരു ഡയറക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സുകൾ. ലുക്ക് അറ്റ് ദ വിൻഡോ, വിൻഡോയിലേക്ക് നോക്കൂ. ആ ലേക്ക് എന്നർത്ഥം വരുന്നതാണ് ലുക്ക് അറ്റ് ദ വിൻഡോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും കുറച്ച് ആളുകളെ അവിടെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇത്തിരി സൊസൈറ്റിയിൽ ഇച്ചിരിയും കൂടെ പ്രൗഡായിട്ട് നിൽക്കുന്ന ആളുകൾ കൂട്ടത്തെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഹീ വേവ്ഡ് അറ്റ് ദ ക്രൗഡ്. ആ ജനക്കൂട്ടത്തെ നോക്കി അദ്ദേഹം കൈ കാണിച്ചു. ഹീ വേവ്ഡ് അറ്റ് ദ ക്രൗഡ്. ക്രൗഡിനെ നോക്കി, ക്രൗഡിലേക്ക് എന്നുള്ള അർത്ഥത്തിലേക്ക് പറയാം. ഓക്കെ, താങ്ക് യു.